വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സ്നേഹിതരെ, ഇവിടെ ജോസഫ് സാറ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവസാനം പറഞ്ഞ ഒരു കാര്യത്തിൽ എൻ്റെ മനസ്സുടക്കി. അത് മറ്റൊന്നുമല്ല, ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷൻ എന്ന ഒറ്റ വാക്ക് ലോകത്തെവിടെ ചെന്നാലും നമ്മൾ കേൾക്കുന്നത് ട്രാൻസ്ലേഷൻ എന്നാണ്. പക്ഷേ കേരളം എന്ന് പറയുന്ന ഒരു ചെറിയ പ്രവിശ്യയിൽ ട്രാൻസ്ലേഷന് തുല്യമായി 10 14 പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. വിവർത്തനം, തർജ്ജമ, തർജുമ, ഭാഷാന്തരം, ഇങ്ങനെ പലതരത്തിൽ. ട്രാൻസ്ലേഷനിൽ നിന്ന് അല്പം മാറി അതിൻ്റെ പര്യായത, സിനോനിമിറ്റി പ്രകടിപ്പിച്ചുകൊണ്ടൊരു രൂപം വന്നാൽ അതിന് കൃത്യമായ അർത്ഥം ഉണ്ടാവും. അഡാപ്റ്റേഷനോ അല്ല മറ്റേതെങ്കിലും. പക്ഷേ മലയാളിയുടെ ഒരു വലിയ വിഷയം, എനിക്കിന്നലെ പൈനാട് സാറ് പറഞ്ഞപ്പോഴും ആലോചിച്ച ഒരു കാര്യമാണ്. ഒന്ന് മത്സരിക്കുകയാണ്. സങ്കേതങ്ങളെ നിർമ്മിച്ചെടുക്കാൻ, ഏകീകരിക്കുന്നതിലല്ല, സങ്കേതങ്ങളെ നിർമ്മിച്ചെടുക്കുന്നതിൽ നമ്മൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ തന്നെ അനുഭവം പറഞ്ഞാൽ, ഞാൻ റിസർച്ച് തുടങ്ങുന്നത് 1994 അന്ന് 2 വാക്കുകൾ കോയിൻ ചെയ്യേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ മലയാളത്തിലത് പ്രയോഗിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇംഗ്ലീഷിലൊക്കെ ഉണ്ട്, യൂറോപ്യൻ ഭാഷകളിലുണ്ട്. അത് 2, ഒന്ന് ഡിസ്കോഴ്സാണ്, മറ്റൊന്ന് പ്രാഗ്മാറ്റിക്സ് ആണ്. ഈ ഡിസ്കോഴ്സിന് പകരമായിട്ട് അന്നൊന്നും 90കളിലൊന്നും ഈ ലിംഗ്വിസ്റ്റിക്സിൽ ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. സുപ്രാ സെൻറ്റൻഷ്യൽ അനാലിസിസിന് വേണ്ടിയിട്ട് ഒരു ഡിസ്കോഴ്സ് എന്നുള്ള വാക്കൊന്നും അതുവരെ സോഷ്യൽ സയൻസിൽ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ ഇല്ല. അതുപോലെ തന്നെ പ്രാഗ്മാറ്റിക്സിന് വളരെ ആലോചിച്ചിട്ടാണ്, ഞാനും എൻ്റെ പ്രൊഫസർ സ്കറിയ സക്രിയയും ചേർന്ന് വളരെ മണിക്കൂറുകൾ ചെലവഴിച്ചിട്ടാണ് വ്യവഹാരം, പ്രയോഗ വിജ്ഞാനം, ഈ 2 വാക്കുകൾ ഉപയോഗിക്കുന്നത്. എന്തായാലും വ്യവഹാരം നന്നായിട്ട് മൂവ് ചെയ്തു, പക്ഷെ പ്രയോഗ വിജ്ഞാനം അധികം പേര് സ്വീകരിച്ചില്ല. പ്രത്യേകിച്ചും പ്രബോധേന്ദ്രൻ നായരെ പോലെയോ രവിശങ്കർ നായരെ പോലെയോ ഉള്ള പണ്ഡിതർ അതിന് പകരം ഉപയോഗിച്ചിരിക്കുന്നത് പ്രകരണ വിജ്ഞാനം പോലെയുള്ളൊരു വാക്കാണെന്ന് എൻ്റെ ഓർമ്മ. അതാണ് സാറല്ലേ? ഏതായാലും പ്രബോധേന്ദ്രൻ നായർ ഉപയോഗിച്ചിരിക്കുന്നത് പ്രകരണ വിജ്ഞാനം. 2 ശരിയാണ്, തെറ്റല്ലത്, തെറ്റല്ല, 2 ശരി തന്നെയാണ്. കോണ്ടെക്സ്റ്റിനെയാണ് പറയുന്നത്. മറ്റേ യൂസ് കോണ്ടെക്സ്റ്റും സാധുവായി വരുന്ന അർത്ഥത്തിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ട് മാത്രമേ അങ്ങനെ ഒരു സങ്കേതത്തെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റൂ. അങ്ങനെയാണ് ഈ 2 വാക്കുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ അന്ന് വളരെയധികം ക്ലേശം സഹിച്ചതിൻ്റെ ഒരു അനുഭവം കൂടി മുൻനിർത്തിയിട്ടാണ് ഞാനിപ്പോൾ ട്രാൻസ്ലേഷനെ കുറിച്ച് പറഞ്ഞത്. നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ ലോകത്ത് എവിടെ പോയാലും നമ്മൾ ഉപയോഗിക്കുന്നു, പക്ഷേ ഇവിടെ ഓരോരുത്തരും ഓരോ രീതിയിൽ വിവർത്തനം. ഇപ്പം പരിഭാഷ എന്ന വാക്ക് ഉപയോഗിച്ചാൽ മതി എന്ന് ബോർഡ് ഓഫ് സ്റ്റഡീസിൽ ഞങ്ങൾ തീരുമാനിച്ചു, പക്ഷെ പറ്റുന്നില്ല. വിവർത്തനം എന്ന് ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ തർജ്ജമയുടെ പ്രശ്നങ്ങൾ എന്താണെന്നൊരു ചോദ്യം. അപ്പോൾ ഒരു ചോദ്യ പേപ്പറിൽ ഒരു സ്റ്റൈൽ ഫോളോ ചെയ്യാൻ പോലും നമുക്ക് കഴിയാത്ത വിധം സങ്കീർണമാണ് ഈ പ്രശ്നമെന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിക്കുക. രണ്ടാമത്തെ, ഈ അടുത്തിടെ ചെന്നൈ മലയാളി സമാജത്തിൻ്റെ ഒരു ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ 2 പ്രശ്നം ഞാൻ മുന്നോട്ട് വെച്ചു. അതിലൊന്ന് മലയാളി ആരാണെന്നുള്ളൊരു ചോദ്യമാണ്. നമ്മുടെ പൂർവികരൊക്കെ വളരെ ചിന്തയുള്ളവരായിരുന്നത് കൊണ്ട്, പ്രഗത്ഭരായിരുന്നത് കൊണ്ട് അവർ കൃത്യമായി ചില വാക്കുകളെ ഉൽപ്പാദിപ്പിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ അത് അവിടെ എങ്ങും നിൽക്കുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ മലയാളി എന്ന് ഒരാൾ സ്വയം നാമകരണം ചെയ്യുന്നത് അയാൾ കേരളത്തിന് പുറത്ത് താമസിക്കേണ്ടി വരുമ്പോഴാണ്. 1 ഇപ്പം മാറി. 2 കേരളത്തിനകത്ത് ജീവിക്കുന്നവരെ കുറിച്ച് പുറത്തുള്ള ആളുകൾ പരാമർശിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ മലയാളി. അടുത്ത കാലത്ത് പിന്നെ ഇതിലൊക്കെ മാറ്റങ്ങൾ വന്നു. നമ്മൾ ഇതിലെല്ലാം കൂടെ കൂടിക്കുഴഞ്ഞ് നമ്മൾ മലയാളികൾ എന്നൊരു അഭിമാനബോധം രൂപപ്പെടുത്തിയെടുക്കുകയും അതിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നു. മറ്റൊരു വാക്ക് വന്നത് ഓണം ആണ്. ഓണം എന്ന വാക്ക് എവിടെ നിന്നുണ്ടായി എന്ന് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ സിമ്പിളാണ്. ഓണം, മധുരൈ കാഞ്ചിയിൽ ഓണം എന്നാണ് പ്രയോഗം. ഓണം മധുരൈ കാഞ്ചിയിൽ ഓണമല്ല, ഓണം സന്ദേശകാവ്യത്തിലാണ്. മധുരൈ കാഞ്ചിയിലെ ഓണം അത് വളരെ കൃത്യമായ ഉദ്ദേശത്തോടു കൂടി തന്നെ അതിനെ വായിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ തമിഴിൽ ഒന്നാവുക എന്ന് പറയുന്ന ഒരു എറ്റിമോളജിക്കൽ ബേസ് അതിലുണ്ട്.
അപ്പോൾ ആ അതുകൊണ്ടാണ് നമ്മുടെ മാവേലി നാട് വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആകുന്നത്. അതിൻ്റെ കൂടി ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഈ ഓണം എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ നിഷ്പാദനത്തിൽ നമ്മുടെ പാരമ്പര്യം എന്ന് ഞാൻ പറയുന്നത് തമിഴിൻ്റെ പാരമ്പര്യത്തെയാണ്. ഇപ്പോൾ നമ്മുടെ പാരമ്പര്യത്തിന്, ഇൻഡിജിനസ് പാരമ്പര്യത്തിന് വലിയ റോളുണ്ട്. ഇത് ഓരോ സങ്കേത പദങ്ങളുടെ രൂപീകരണത്തിന് പിന്നിലും ഇത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ വീടിന് പേരിട്ടതും നമ്മുടെ നാടിന് പേരിട്ടതും ഒക്കെ വലിയ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകളൊന്നുമല്ല. ഇത്ര മനോഹരമായ പേരുകളാണ്. ഇപ്പോൾ കണ്ണൂരിലോ കാസർഗോഡോ തിരുവനന്തപുരത്തോ ഒക്കെ ചെന്നാൽ ചില സ്ഥലങ്ങളുടെ പേരുകൾ ഇപ്പോൾ പോലും നമുക്ക് ആലോചിക്കാൻ പാടില്ലാത്ത തരത്തിൽ എത്ര മനോഹരമായിട്ട് അവർ നിർവഹിച്ചിരിക്കുന്നു. നമുക്ക് പക്ഷേ ഇപ്പോൾ ഈ ആധുനിക വിജ്ഞാനത്തിൻ്റെ വരവും എല്ലാം കൂടി കലർന്നിട്ട് നമുക്ക് ഇത് വലിയ സങ്കീർണമായ വിഷയമായി മാറുകയാണ്. കാരണം ആരുടെയെങ്കിലും ഒരു സഹായമില്ലാതെ സങ്കേതങ്ങളെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയാത്ത വിധം ഭാഷ ദുർബലമാകുന്ന സാഹചര്യത്തിലേക്ക് മാറുകയാണ് ഉണ്ടായത്. അത് പെട്ടെന്നുണ്ടായതല്ല, വളരെ ദീർഘകാലം. ഞാൻ അതിൻ്റെ ഒരു ചരിത്രം കൂടി പറയേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ എന്തിനാണ് ഈ ഹ്യൂമാനിറ്റീസിനെയും സോഷ്യൽ സയൻസിനെയും വേർതിരിച്ചതെന്ന് നിങ്ങൾക്കറിയാം. സോഷ്യൽ സയൻസിൻ്റെ ഡൊമൈനിൽ വരുന്ന ഇക്കണോമിക്സ് പോലെയുള്ള വിഷയങ്ങളുണ്ട്. ഹ്യൂമാനിറ്റീസിൻ്റെ ഡൊമൈനിൽ വരുന്നവയാണ് സൈക്കോളജിയും ഫിലോസഫിയും ലാംഗ്വേജ് സ്റ്റഡീസും ലിറ്ററേച്ചറും ഒക്കെ വരുന്നത്. ഇതിൻ്റെ സങ്കല്പനപരമായ വ്യത്യാസം ഇവിടെയുണ്ട്. ഇവിടെ നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് നടത്തുന്നുണ്ടാവും, ക്രിയേറ്റിവിറ്റി നടത്തുന്നുണ്ട്, ഒബ്സർവേഷൻസ് ഉണ്ട്. ഇതെല്ലാം കൂടി എവിടെയെങ്കിലും പരിമിതപ്പെടുത്തി നിർത്താവുന്ന എല്ലാം കെട്ടിയൊതുക്കിയ ഒരു അറിവിനെ നിർമ്മിച്ചെടുക്കുകയല്ല, അറിവിനെ വിവരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സയൻസ് വിഷയങ്ങളിലെയോ സോഷ്യൽ സയൻസ് വിഷയങ്ങളിലെയോ ഒരു സങ്കേതത്തിന് തുല്യമായി ഒരു വാക്ക് മലയാളത്തിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതിനേക്കാൾ സങ്കീർണമാണ് ഹ്യൂമാനിറ്റീസിലെ ഒരു സങ്കേതത്തിന് തുല്യമായ ഒരു സങ്കല്പന മണ്ഡലത്തെ രൂപപ്പെടുത്തിയെടുക്കുക എന്ന് പറയുന്നത്. അത്ര ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഈ നടക്കുന്നത് ജോസ് സാർ പറഞ്ഞ പോലെ തന്നെ വളരെ നേരത്തെ നടക്കേണ്ടതാണ്. ഭാഷാ പണ്ഡിതരുടെയും സാമൂഹ്യ ശാസ്ത്രജ്ഞരുടെയും ഒക്കെ നേതൃത്വത്തിൽ പ്രത്യേകം ദിവസങ്ങളോളം ഇരുന്നെങ്കിൽ മാത്രമേ ഈ ഒരു പ്രവർത്തനത്തെ നമുക്ക് ഭംഗിയായി അതിൻ്റെ പരിസമാപ്തിയിൽ എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മറ്റൊരു കാര്യം, ഇവിടെ നിൽക്കുമ്പോൾ മുഴുവൻ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്, ഞാൻ ഭാഷയുടെ കാര്യത്തിൽ ഒരു പാരമ്പര്യവാദിയാണോ പുരോഗമനവാദിയാണോ എനിക്ക് തന്നെ സംശയമുണ്ട്. ഒരേ സമയം ഞാൻ പാരമ്പര്യവാദിയാണ്, അതേസമയം ഞാൻ പുരോഗമനവാദിയാണ്. പുരോഗമനവാദം കൊണ്ടുപിടിച്ച് നിൽക്കുമ്പോൾ പറയും എവിടെ നിന്ന് വേണമെങ്കിലും ഏത് വാക്കുകൾ ഉപയോഗിക്കാം, അതാണ് ശരിയെന്ന് ഞാൻ പറയും. പക്ഷേ പാരമ്പര്യത്തിനകത്താണ് നമ്മൾ നിൽക്കേണ്ടത് എന്ന് വരുമ്പോൾ മലയാളത്തിലേക്ക് തിരികെ പോകേണ്ടതിൻ്റെ ആവശ്യകത നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു വർക്ക്ഷോപ്പ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളൊരു സഹായം കൂടി ചെയ്യുന്നുണ്ട്. വാമൊഴിയുടെ ചരിത്രം, മലയാള ഭാഷയെ സംബന്ധിച്ച് നമ്മൾ ഈ അഭിമാനിക്കുമ്പോഴും ചില കാര്യങ്ങൾ സംസ്കൃതം പോലെയോ തമിഴ് പോലെയോ അല്ലെങ്കിൽ കൊറിയൻ അർമീനിയൻ പോലെയുള്ള ഭാഷകളുടെ പാരമ്പര്യമൊന്നും മലയാളത്തിനില്ല. വെറുതെ ഉണ്ടെന്നൊക്കെ നമ്മളിങ്ങനെ പൊക്കച്ചം പറയുകയാണ്. മലയാളത്തിൻ്റെ പാരമ്പര്യം അന്വേഷിച്ച് പോയാൽ ഒരു 12ാം നൂറ്റാണ്ടിലൊക്കെയാണ് നമുക്ക് കണ്ടാൽ ഏറെക്കുറെ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് പറയുന്ന ഒരു കൃതിയൊക്കെ കാണുന്നത്. ശാസനങ്ങളിലൊന്നുമില്ല. ശാസ്ത്രങ്ങളൊക്കെ വായിച്ചാൽ തരിസാപ്പള്ളി ശാസനമൊക്കെ വായിച്ചാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി മനസ്സിലാക്കി എന്നുള്ളതല്ലാതെ അതിനപ്പുറത്ത് ഏതെങ്കിലും ഒരു ശാസനം എടുത്തുകൊണ്ട് 12ാം നൂറ്റാണ്ടിലെ 11ാം നൂറ്റാണ്ടിലെ ഒരു ശാസനം എടുത്തുകൊണ്ട് വന്നാൽ അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല. എന്നും വേണ്ട 14ാം നൂറ്റാണ്ടിൽ മതിലകൻ രേഖകൾ, പത്മനാഭപുരം ക്ഷേത്രത്തിലിരിക്കുന്ന മതിലകൻ രേഖകൾ വായിച്ചാൽ മനസ്സിലാകുന്നില്ല. എനിക്ക് ആകപ്പാടെ മനസ്സിലാക്കിയിട്ടുള്ള തലശ്ശേരി രേഖകളാണ്. 250-300 വർഷം മുൻപുള്ള മലബാറിലെ മലയാളം. എന്നിട്ട് പോലും ആ സമയത്ത് ഇത് പകർത്തുന്ന സമയത്ത് ഇവിടെ ചില ആളുകളെ വിളിച്ച് സംശയങ്ങൾ ചെയ്യാം. മൂർഖോത്തിരാവണ്ടി ഭാഷനെയും കെ ബാലകൃഷ്ണനെയും പോലെയുള്ള ആളുകളെ ഇങ്ങനെ വിളിച്ച് സംശയം തീർക്കുക. ഗുണ്ടറ്റിൽ പോലും പറയാത്ത വാക്കുകളുണ്ട്. ഗുണ്ടറ്റിൻ്റെ നിഘണ്ടുവിൽ ഇല്ലാത്ത ഒരു 50-56 വാക്കുകൾ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. ഗുണ്ടറ്റിന് പറയാൻ പറ്റിയിട്ടില്ല. ഗുണ്ടറ്റാണ് ഏറ്റവും വലിയൊരു നോളജ് സെൻറ്റർ പോലെ പ്രവർത്തിക്കുന്ന ഒരു ഡിക്ഷണറിയാണ് ഗുണ്ടറ്റിൻ്റേത്. അവിടെ പോലും അത് എറ്റിമോളജിക്കൽ ഡിക്ഷണറിയാണ്. ഒരു വാക്ക് എവിടെ നിന്ന് വരുന്നു എന്നുള്ള കൃത്യമായ റൂട്ടൊക്കെ പറഞ്ഞ് വളരെ കൃത്യമായി വരുന്നൊരു നിഘണ്ടുവാണ്. ഗുണ്ടറ്റിന് പോലും ആ കാലത്ത് കണ്ടെത്താൻ കഴിയാത്ത 56-57 തരം വാക്കുകൾ അവിടെ കാണാൻ പറ്റി. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 12ാം നൂറ്റാണ്ടിൽ ഭാഷാ കൗടിലീയം 12 ആയിരിക്കണം, പവിത്ര ഭാഷയൊക്കെ പറയുന്നതനുസരിച്ച്, ടി പവിത്രനൊക്കെ പറയുന്നതനുസരിച്ച് 12ാം നൂറ്റാണ്ടാണ്. 12ാം നൂറ്റാണ്ടിലെ ഒരു കൃതി, അത് അർത്ഥശാസ്ത്രം പോലൊരു കൃതി മലയാളത്തിലേക്ക് വരികയാണ്.
നമുക്കൊരു പരിചയമില്ല. അങ്ങനെ വരുന്ന സമയത്ത് മലബാറിലെ ഭാഷ വന്നു. ആ സമയത്ത് അത്തരം സമയത്ത് ഈ ചെയ്യുന്നയാളിൻ്റെ ട്രാൻസ്ലേറ്റർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? അങ്ങേര് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു കൃതി കേരളത്തിൽ ആർക്കാണ് ആവശ്യം? കേരളത്തിൽ ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ കൃതി അർത്ഥശാസ്ത്രം പോലെ, കൗടില്യം പോലെ ഒരു കൃതി മലയാളം പോലെ അല്ലെങ്കിൽ പ്രാചീന മലയാളം പോലെ ഒരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഒരു സമൂഹം ഇവിടെയുണ്ട്. നമ്മുടെ രാജവംശങ്ങൾ, കൊച്ചു കൊച്ചു നാടുകളും അവിടെ എല്ലാം രാജാക്കന്മാരാണ്, മുഴുവൻ രാജാക്കന്മാരാണ്. ആ ഭരണത്തിൻ്റെ തുടർച്ചയാണ് ജനാധിപത്യത്തിൽ. നമുക്ക് ഓരോ റീജിയൻ തിരിച്ചു കൊടുത്തിരിക്കുകയാണ് ഓരോരുത്തർ. അപ്പോൾ ഈ അതിനകത്ത് രാജാധികാരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ഇടത്തും. അപ്പോൾ അതുപോലെ ഒരു സ്ഥലത്ത് ഇത് വിനിമയം ചെയ്യപ്പെടുമെന്നും നല്ല ഉറപ്പുള്ള ഒരാളാണ് ഭാഷാ കൗടില്യം പ്രാചീന മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ രാമേരുതൊക്കെ വായിച്ചാൽ ആർക്ക് മനസ്സിലാകാനാണ്? എനിക്കൊന്ന് രവിശങ്കർ സാറിനൊക്കെ മനസ്സിലാകും, തിരുവനന്തപുരത്തായതുകൊണ്ട്. തമിഴിൻ്റെ ഒരു സ്വാധീനം നന്നായിട്ടുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് അത്ര എളുപ്പമൊന്നുമല്ല. നമുക്ക് വേണമെങ്കിൽ ഈ MA ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് വളരെ ഈ ഗീർവാണം അടിക്കാൻ പറ്റും. ഇതൊക്കെ വായിച്ചാൽ വളരെ പെട്ടെന്ന് വെച്ചു വെറുതെയാണ്. അത്ര എളുപ്പമൊന്നും വഴങ്ങി കിട്ടുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞു 14-ാം നൂറ്റാണ്ടാകുമ്പോഴേക്ക് ലീലാതിലകം വരികയാണ്. ലീലാതിലകക്കാരൻ അതിലെ കൂന്തൽവാദം എന്നുള്ളൊരു ഭാഗം വായിച്ചാൽ അറിയാം നമ്മുടേതേതാണ് നമ്മുടേതല്ലാത്തതേതാണ് എന്നുള്ളൊരു ചർച്ച വന്നിട്ട് എങ്ങനെ ഈ പറയുന്ന രൂപങ്ങളൊക്കെ നമ്മുടേതായി മാറും എന്ന് വളരെ സവിസ്തരം അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നം ഇപ്പോൾ ഇവിടെ തുടങ്ങിയതല്ല. ഒരു വാക്ക് ആരുടേതാണ്? വാക്ക് ഒരു ജൈവരൂപമാണ്. വാക്കിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. വാക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വാക്ക് കിളുക്കും. അപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ലീലാതിലകം വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലായി. ലീലാതിലകത്തിനകത്ത് ഇതുപോലെ പല ഭാഷാശാസ്ത്ര പ്രശ്നങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വാക്കിൻ്റെ വാക്കെടുക്കുന്നതിനെ സംബന്ധിച്ച്, കടമെന്ന് പറയുന്നില്ല, വാക്കെടുക്കുന്നതിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഒരു വാക്ക് നമ്മുടേതാണ്. ഇപ്പോൾ ഓണം എന്ന വാക്ക് മലയാളിയുടേതാണെന്ന് തമിഴൻ പറയും. ഇപ്പം എൻ്റെ ഒരു നോട്ടത്തിൽ ഞാൻ പറയുന്നത് തമിഴിൻ്റേതാണ്. അപ്പോൾ തമിഴും മലയാളവും ഒന്നായിരുന്ന ഒരു ഘട്ടത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു വാക്കിനെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ പലയിടത്തും. അപ്പം വ്യവഹാര മലയാളം എന്നൊരു ഭാഷയെക്കുറിച്ച് പറയുന്നത് തന്നെ 13-ാം നൂറ്റാണ്ടിലായിരുന്ന ഒരു തെലുങ്ക് കവിയെക്കുറിച്ച് പ്രഭാകരൻ സാർ പറയുന്നുണ്ട്. ശ്രീനാഥൻ നോറ്റ പറയുന്ന ഒരു തെലുങ്ക് കവിയാണ് മലയാളം എന്നൊരു ഭാഷയെക്കുറിച്ച് ആദ്യമായിട്ട് പറയുന്നത്. ഞാൻ പറയുന്നതല്ല, പ്രഭാകരൻ സാർ പറയുന്നത്. അത് വരിക. അപ്പം ഈ കാലം അത്രയും മലയാളം ഒരു വാമൊഴിയുടെ ലെവലിലാണ് നിൽക്കുന്നത്. മലയാളത്തിന് അങ്ങോട്ടൊരു ശക്തിയോടുകൂടി കുതിക്കാൻ കഴിഞ്ഞിട്ടില്ല. സംസ്കൃതം വരികയാണോ നിൽക്കുകയാണോ എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല. സംസ്കൃതം ഭാഷയ്ക്കുള്ളിൽ കലർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് നമ്മൾ അന്ന് മുതലാണ് ഭാഷ ഒരു വൈജ്ഞാനിക ശേഷിയിലേക്ക് വളരുന്നത്. സംസ്കൃതത്തിന് വലിയ റോളുണ്ട്. ഒരിക്കൽ തിരുവനന്തപുരത്ത് വെച്ചത് പറയുമ്പോഴേക്ക് ഷൗക്കത്ത് കയറി കൊടുക്കി. ഞാൻ പറഞ്ഞു, ഈ നാരായണ ഗുരുവിന് ആത്മോപദേശ ശതകവും ദൈവദശവും പോലെയുള്ള കൃതികൾ എഴുതാൻ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ സംസ്കൃത പാണ്ഡിത്യം കൊണ്ടാണ്. എണ്ണിപ്പെറുക്കിയാൽ അതിനകത്ത് എത്ര മലയാളം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം യുക്തി, ഈ പദനിർമ്മിതിയുടെ പദസംയുക്ത ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞു. ആ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് കോളനിയിലേക്ക് വരിക. ഇംഗ്ലീഷ് കോളനൈസേഷൻ അല്ലെങ്കിൽ പോർച്ചുഗീസുകാരോ ആരെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഡോമിനേറ്റ് ചെയ്തത് ഇംഗ്ലീഷുകാരാണ്. ഇംഗ്ലീഷുകാർ വരുന്നതോടുകൂടി ആ സമയത്ത് തന്നെ ഒരു റിലീജിയസ് കോളനൈസേഷൻ നടക്കുന്നുണ്ട്. റിലീജിയസ് കോളനൈസേഷൻ ഞാൻ പറയുന്നത് ക്രിസ്ത്യൻ കോളനൈസേഷൻ, അങ്ങനെ തന്നെ പറയാമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പുറത്തെ പൊളിറ്റിക്കൽ കോളനൈസേഷൻ നടക്കുന്നു. ഇത് രണ്ടും കൂടെ ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇത് വിദ്യാഭ്യാസത്തിനകത്തും ആതുരാലയങ്ങൾക്കകത്തും ഉൾപ്പെടെ സർവ്വ ഭരണമണ്ഡലങ്ങളിലും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പ് ഈ മുസ്ലിം ഭരണാധികാരികളുടെ ഒരു സ്വാധീനം മലബാറിൽ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ മൊത്തത്തിൽ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നു. അതിവിടെ പ്രവർത്തിക്കുന്നു. അറബി പ്രവർത്തിക്കുന്നു.
പേർഷ്യൻ വരുന്നു, ഇംഗ്ലീഷ് വരുന്നു, പോർച്ചുഗീസ് വരുന്നു, ഡച്ച്, എത്ര വാക്കുകളാണ് വന്ന് ആ സമയത്ത് ഈ 15, 16, 17, 18, 19 ഈ നൂറ്റാണ്ടുകളിൽ വളർന്നു ഭാഷയ്ക്കുള്ളിൽ പെരുകിയതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അറബി അടുക്കളയിൽ വരെ കയറിയെന്നാണ് ഞാൻ പറയുന്നത്. ഹുൽവഹ് എന്ന് പറയുന്നൊരു വാക്കുണ്ടല്ലോ, അറബി വെർഷനിലുണ്ട്. ഉലുവ എന്നുള്ള നമ്മുടെ വാക്കാണ്. ഞാൻ ബിനുസാറിനോട് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു പോരുമ്പോൾ. ഉലുവ, ഈ ഉലുവ എങ്ങനെയാണ് നമ്മുടെ ബിരിയാണി ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രിയമുള്ളവരുള്ളത് കേരളത്തിലാണ്. ബിരിയാണി ബിരിയാണിയായി മാറുന്നു. ഇങ്ങനെ ഈ വാക്കുകൾ എത്രയാണ് വന്ന് ഈ നമ്മൾ സ്വീകരിക്കുന്നതിൻ്റെ തത്വമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഭാഷയ്ക്ക് അതിൻ്റെ അതിൻ്റെ ഒരു ജീനിൽ, നമ്മുടെ ഭാഷയ്ക്ക് അതിൻ്റെ ജീനിൽ അതൊരു വാമൊഴി മലയാളത്തിൻ്റെ സവിശേഷതകൾ കൂടുതൽ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഷയാണ്. അപ്പം നമ്മൾ അഡാപ്റ്റ് ചെയ്യാനും ആ താല്പര്യം കാണിക്കും. വളർന്നു പോയൊരു ഭാഷ അത്ര എടുക്കില്ല. ഇപ്പോൾ സംസ്കൃതം പോലൊരു ഭാഷ അങ്ങോട്ടൊന്നും കാര്യമായിട്ടൊന്നും എടുക്കില്ലേ, അവർ വളർന്നു നിൽക്കുകയാണ്. വളർന്നു കൊണ്ടിരിക്കുന്ന ഭാഷകളും വളരാൻ ആഗ്രഹിക്കുന്ന ഭാഷകളുമാണ് കൂടുതലും എടുക്കുന്നത്. ഇംഗ്ലീഷാണ് ഏറ്റവും കൂടുതൽ കടമെടുക്കുന്ന ഒരു ഭാഷ. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു മലയാളം തന്നെ. മലയാളത്തിലൊരു 80% നമ്മളീ പറയുന്ന നമ്മളുടെ പാരമ്പര്യത്തിൽ പുറത്തുനിന്ന് കണ്ടെത്തേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇവിടെ നിന്ന് വൈജ്ഞാനിക മണ്ഡലത്തിലേക്ക് മലയാളത്തെ പരിവർത്തിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ തുടങ്ങുന്നത് ഭാഷാ കൗൺസിലിൽ തുടങ്ങിയെന്ന് പറയാം. അത് ചില ആവശ്യക്കാർക്ക് വേണ്ടി ചെയ്തു. ഇംഗ്ലീഷുകാർ വന്നു ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. നമ്മുടെ മിഷണറിമാർ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അത്ര എളുപ്പമൊന്നുമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മധ്യേഷ്യയിലോ പശ്ചിമേഷ്യയിലോ ഒക്കെ ഉള്ള ഒരു പ്രത്യേക കൾച്ചറിൽപ്പെട്ട ഒരു ടെക്സ്റ്റിനെ കേരളത്തിലേക്ക് കൊണ്ടിറക്കുകയാണ്. നമുക്ക് അതുവഴി എത്രയോ രൂപങ്ങൾ ഇവിടെ വന്നു. കുരിശ് പോലെയുള്ള വാക്കുകൾ, ക്രക്സ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കാണ്. ഗ്രീക്ക് വാക്ക് ക്രോസായി കുരിശായി ഇങ്ങോട്ട് വരിക. ഹിബ്രുവിലും സമാനമായ രൂപം ഉണ്ടാവും. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാസേജ്. ഓരോ വാക്കിനും ഉണ്ട്. ഞാൻ ഈ സംശയവേദാർത്ഥം പരിശോധിക്കുമ്പോഴാണ് ഇവരൊക്കെ എടുത്തിരിക്കുന്ന സ്ട്രെയിൻ, ക്ലമൻ പിയാനിയോസ് മാതിരിയൊക്കെ എടുത്തിരിക്കുന്ന സ്ട്രെയിന്. ഒടയ തമ്പുരാൻ എന്നൊരു വാക്കുണ്ട്. അത് ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സംശയവേദാർത്ഥത്തിലാണ്. ഒടയ തമ്പുരാൻ. ഉടയ എന്ന് പറയുന്ന പ്രത്യയത്തെ പ്രീഫിക്സ് ചെയ്തിട്ട് തം എന്ന് പറയുന്ന തം പുരാൻ, തം നമ്മുടെ അല്ലേ, തമ്മുഴ് ആണ് തമിഴ്. തമ്മുഴ് നമ്മുടെ മൊഴിയാണ് തമിഴ്. തമ്പുരാൻ പുരാനീശ്വരനാണ്. ഈ വാക്ക് ക്ലമൻ പിയാനിയോസ് പാതിരി നിർമ്മിച്ചെടുക്കുകയാണ്. ഇങ്ങനെ ഒരു വാക്കല്ല, 100 കണക്കിന് വാക്കാണ് സംശയപദാർത്ഥം മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ കിട്ടുന്നത്. അതുപോലെ ബൈബിൾ മുഴുവൻ നോക്കിയാൽ ബൈബിളിലെ പല കോണ്ടെക്സ്റ്റുകളും നമുക്ക് ഇവിടെയായിട്ട് ചേരുകയൊന്നുമില്ല. പക്ഷേ നമ്മൾ ആ കോണ്ടെക്സ്റ്റുകളിലെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. ഇപ്പോൾ ഗോതമ്പ് പാടത്തു കൂടി നടന്നു പോകുമ്പോൾ ഗോതമ്പ് മണി കുറിക്കുന്നതിനെക്കുറിച്ച് മലയാളി ആവേശത്തോടെ വായിക്കും. പക്ഷേ ഗോതമ്പ് തോട്ടങ്ങളും ഇല്ല, അവിടെ നടപ്പുമില്ല. പക്ഷേ നമ്മൾ അതിനെ കൺസീവ് ചെയ്യും. ചിലയിടത്ത് നമ്മൾ നമ്മുടെ രൂപങ്ങളെ വെക്കുന്നു, ചിലയിടത്ത് എൻ വി കൃഷ്ണവാര്യരൊക്കെ കൂടി ചെയ്തതാണ് ഈ ട്രാൻസ്ലേഷൻ. ഓശാനയുടെയൊക്കെ ചെയ്ത എൻ വി കൃഷ്ണവാര്യരൊക്കെയാണ്, പണ്ഡിതരായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് പല സന്ദർഭങ്ങളിലും ഈ പ്രശ്നം, ഈ സങ്കീർണത ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ധാരാളം വർക്കുകൾ വരുന്നുണ്ട്. ആർബത്ത് നോട്ടിൻ്റെ ഡയറി ഉണ്ട്. IASകാർക്ക് മലയാളം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഡയറി. ചില വാക്കുകൾ എങ്ങനെയാണ് വേണ്ടത്, എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിശദീകരണം ഉണ്ട്. തലശ്ശേരി രേഖകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതാണ് ഞാൻ എഡിറ്റ് ചെയ്തെന്ന് പറയുന്നത്. എത്ര വാക്കുകളാണ്! ഞാൻ ചില വാക്കുകൾ ഇവിടെയായിരുന്നു കുറിച്ചു വെച്ചു. ഈ അതിനകത്തുള്ള വാക്കുകൾ എങ്ങനെയാണ് ഈ വാക്കുകൾ കേരള സമൂഹത്തിൽ പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടതെന്നുള്ളത് ആലോചിച്ച് വെക്കുക. സുപ്രന്തണ്ടൻ, സുപ്രന്തണ്ടൻ, സൂപ്രണ്ട്. കലക്കറ്റർ, കലക്കറ്റർ, കളക്ടർ എന്നല്ല എഴുതുന്നത്, കലക്കറ്റർ. കുമ്പഞ്ഞി, കമ്പനി, കമ്പനി എന്നുള്ള കുമ്പഞ്ഞിയാണ്. ഇനി മാസങ്ങളുടെ നാമങ്ങളെല്ലാം അങ്ങനെ. ഏപ്രിൽ എന്നുള്ള അബിരിയിൽ, പിപ്രയരി, ഫെബ്രുവരി പിപ്രയരി, ഇങ്ങനെയുള്ള ഓയ്ത്തൂറ, ഒക്ടോബർ, സെപ്റ്റംബർ. അപ്പം ഇത് അവർ ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അവിടെ പോലും മലയാളം ഒതുങ്ങുന്നില്ലെന്ന് ഞാൻ പറഞ്ഞത്. അപ്പം ഇങ്ങനെ ഈ രേഖകളിൽ ധാരാളം വാക്കുകൾ, ഭരണരൂപങ്ങൾ ധാരാളമായിട്ട് കടന്നു വരുന്ന ഒരു ഘട്ടമാണ്
ഇത് വന്നു. ഒരു കാര്യം പറയാം, 1956 നമ്മുടെ നാട് ഒരു സ്വതന്ത്ര പ്രവിശ്യയായി രൂപപ്പെടുന്നതിന് കാരണമായി പറയുന്ന ഒരു ഭാഷ നമ്മുടേതാണ്, ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. അതുവരെ ഇംഗ്ലീഷ് കമ്പനി ഭാഷയോട് കാണിച്ച മൃദുവായ സമീപനം പോലും അതിനുശേഷം സാക്ഷാൽ EMS നമ്പൂതിരിപ്പാട് ഇവിടെ മുഖ്യമന്ത്രിയായിരുന്നതാണ്. തുടർന്ന് ആരും തന്നെ ഇത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്ത് വിവാദമായാലും ഒരു കുഴപ്പമില്ല. നമ്മുടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെയുള്ള പല സ്ഥാപനങ്ങളും നമുക്ക് സാങ്കേതിക പദങ്ങളെ നിർമ്മിച്ചെടുക്കുന്നതിലോ അത് വിനിമയം ചെയ്യുന്നതിലോ വിതരണം ചെയ്യുന്നതിലോ പരാജയപ്പെട്ട സ്ഥാപനങ്ങളാണ്. അവരാണ് ഇപ്പം ടീച്ചർ പറഞ്ഞ കൊതനാങ്കം പോലെയുള്ള ഈ ദുർവൃത്തികളൊക്കെ ഉണ്ടാക്കി വെച്ചത് അവരാണ്. ഈ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറേ പുസ്തകങ്ങൾ ഇറങ്ങി വന്നിരുന്നു അവരാണ്. ഈ ടെക്നിക്കലാകുക. നമ്മൾ ഇപ്പോൾ ഞാൻ ഈ ശ്രീകുമാറിൻ്റെ എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ ഈ ഒരു പരിശ്രമത്തോട് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു താല്പര്യം, എത്രത്തോളം വിജയകരമാവും പരാജയമാവും എന്നുള്ളതല്ല, ഇത് ഒരു തുടക്കമാണ്. ഇതൊരു തുടക്കമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പേരിൽ മലയാളത്തിലൊരു ഗ്ലോസറി തന്നെ പബ്ലിഷ് ചെയ്യാൻ പറ്റും, വലിയൊരു ഗ്ലോസറി. അത് ഏതെങ്കിലും ഒരു താല്പര്യത്തിൻ്റെ പുറകെ പോയാൽ അത് നടക്കില്ല. പക്ഷേ താല്പര്യങ്ങൾക്കും പുറത്ത് നമ്മളിതിനെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞാൽ വലിയ ഒരു വമ്പൻ വിജയമായിരിക്കും ഇതിലുണ്ടാവുക എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതുപോലെ ധാരാളം രൂപങ്ങൾ, ഞാൻ ഒരിക്കലെ പരമാനികം എന്നൊരു വാക്ക് ഇതിനകത്ത് വന്നു. പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല എല്ലാ സംഭവം. ഇപ്പോൾ കൊണ്ടിട്ട് നോക്കിയിട്ടും എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് വാര്യ സാറിനെ വിളിക്കുന്നു. പരമാനികം എന്താണെന്ന് ചോദിച്ചു. ഉടൻ എന്നോട് പറയുകയാണ്, ജോസഫേ അത് പേർഷ്യനാണ്, ഫൊർമാനാണ്. അപ്പോൾ നമ്മൾ പരമാനികം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് പോകുന്ന വാക്കാണ് ഈ രേഖയ്ക്കുള്ളിൽ. ഇതുപോലെ ഭരണപരമായ കാര്യങ്ങൾക്കെന്നല്ല ഇനി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് നമ്മുടെ കേരള പ്രദേശം രൂപപ്പെടുന്നു. പതുക്കെ മലയാളം മീഡിയം പുറകോട്ട് പോവുകയും ഇംഗ്ലീഷ് മീഡിയം മുന്നോട്ട് കടന്നു വരികയും ചെയ്യുമ്പോഴുണ്ടാകുന്ന വലിയ പ്രശ്നം, അതാണ് ജോസഫ് സാർ സൂചിപ്പിക്കുന്ന നമ്മുടെ ലാംഗ്വേജ് ആറ്റിറ്റ്യൂഡിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കുന്നത്. ഈയിടെ ഞാൻ ഒരു ഇംഗ്ലീഷിൽ ചങ്ങനാശ്ശേരിയിലോ കോട്ടയത്തോ എവിടെയെങ്കിലും കുർബാനയുണ്ടോ ഒരു കൗതുകത്തിന് അന്വേഷിച്ചതാണ് എന്ന് ഞാൻ SB കോളേജിലെ എൻ്റെ സുഹൃത്തുക്കളായ 2-3 അച്ഛന്മാരോട് വിളിച്ച് ചോദിച്ചു. എനിക്ക് കിട്ടിയ ഉത്തരം അതേ ഫ്രീക്വൻ്റായിട്ടില്ല, ഇടത്ത് ഇടയ്ക്ക് ഇംഗ്ലീഷിൽ. നേരെ മറിച്ച് നിങ്ങൾ കേരളത്തിലെ അല്ലെ ചങ്ങനാശ്ശേരിയിലെ കോളേജുകളിലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലോ വേണ്ട ഗവൺമെൻറ് സ്കൂളുകളിൽ വരെ പോയാൽ അവിടുത്തെ കോമ്പിയറിങ് മുഴുവൻ ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷ് ഒരു കോമ്പിയറിങ് ഭാഷയായിട്ട് അതപ്പതിപ്പിച്ചു. അപ്പോൾ കോമ്പിയറിങ് മുഴുവൻ ഇംഗ്ലീഷാണ് പഠിക്കുന്നത്, ഇംഗ്ലീഷാണ് എല്ലാം. പക്ഷേ ഇതുപോലെയുള്ള കാര്യം, അപ്പോൾ ഇത് ഈ നമ്മുടെ ഒരു വ്യാജമുഖമാണ് ഈ പുറത്തു വരുന്നതെന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ വക്താക്കളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനുള്ളൊരു ഒരു സ്പേസ് അവിടെ ഉണ്ടാവണം. വേറൊരു കാര്യം കൂടി പറയാം. 1967 ഞാനിപ്പോൾ ഒരു പെർസ്പെക്റ്റീവ് അവിടുന്ന് വരുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുന്നതാണ് കേട്ടോ. 1967 ആദ്യമായിട്ട് മലയാളത്തിൽ കുർബാന ഉണ്ടാകുന്നത്. നിങ്ങളെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള 1967. അതുവരെ പോകുന്നവരൊക്കെ സുറിയാനിയിലോ ലത്തീനിലോ ഒക്കെ പോയി ഇങ്ങനെ കണ്ടുകൊണ്ട് വയ്ക്കും. 1967 ഈ സംഗതി വരുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം. 1956 സ്റ്റേറ്റ്, നമ്മുടെ കേരള സ്റ്റേറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞിട്ടും എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു കാര്യത്തിന് തീരുമാനമാകുന്നത്. പറഞ്ഞാൽ മനസ്സിലാകണ്ട, വല്ലവരും പറഞ്ഞാൽ പോരല്ലോ. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുക. ഹിന്ദിയെക്കുറിച്ച് പറഞ്ഞു. 1969 മുതൽ ഹിന്ദി ഇവിടെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഞാനും പഠിച്ച 10ാം ക്ലാസ് വരെ പഠിച്ചതാണ്. പഠിപ്പിച്ചവരെന്തുദ്ദേശത്തോടു കൂടിയാണ് പഠിപ്പിച്ചതെന്നൊരു പിടിയില്ല. കാരണം ഒരു ഭാഷ 6 വർഷം പഠിച്ചിട്ട് ആ ഭാഷയിൽ അടിസ്ഥാന നൈപുണി കൈവരിക്കാൻ കഴിയാത്ത തരത്തിലാണ് ഇവിടെ പഠിപ്പിച്ചത്. ആരുടെ കുഴപ്പമാണ്? ഭാഷാസൂത്രണത്തിൻ്റെ കുഴപ്പമാണോ, വിദ്യാഭ്യാസ ആസൂത്രണത്തിൻ്റെ കുഴപ്പമാണോ? എന്തായിരുന്നാലും ഇതൊരു കുഴപ്പമാണ്. മാത്രമല്ല ഹിന്ദി ഇത്രയും വർഷങ്ങളായിട്ട് നമ്മുടെ ക്ലാസ് മുറിക്കുള്ളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, പലരും കേൾക്കുന്നതാണ്. ഇച്ചിരി വാമൊഴി ഭാഷയിൽ പറഞ്ഞാൽ മലയാളത്തിൻ്റെ രോമത്തിൽ തൊടാൻ ഹിന്ദിക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു ബന്ധവും ഇല്ലാതെ പുറത്തു നിന്ന് ഇംഗ്ലീഷ് കയറി ഇറങ്ങിപ്പോയി.
എത്രയോ ഭാഷകൾ മലയാളത്തിനകത്ത് കലർന്ന് പ്രവർത്തിച്ചു. ഹിന്ദി വല്ല മിഠായിയിലോ വളരെ കുറച്ച് ചില രൂപങ്ങളൊക്കെ തന്ന് നമ്മളെ അങ്ങനെ വന്നാൽ പോരല്ലോ. ഹിന്ദി രാജ്യത്തെ ഒരു പ്രധാന വിഭാഗം, കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷയാണെങ്കിൽ, കൂടുതൽ പ്രവിശ്യകളിൽ സംസാരിക്കുന്ന ഭാഷയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഹിന്ദി നമ്മൾക്ക് വശപ്പെടുത്തി എടുക്കേണ്ടതാണ്. ഇത് അന്ന് സംഭവിച്ചില്ല. അതുകൊണ്ട് ഇനിയും ഹിന്ദിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്കൊരു ഗ്ലോസറി ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം വലിയ സംശയം. അപ്പം ഈ നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസിയുടെ 2.2 ആണല്ലോ ഈ ലാംഗ്വേജിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. അവിടെ 2.2 അവിടെ പറയുന്നുണ്ട് ഈ ഇന്ത്യൻ ഭാഷകളെ ശക്തിപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. ഇന്ത്യൻ ഭാഷകളെ ശക്തിപ്പെടുത്തി എടുക്കണമെങ്കിൽ ഒരു കമ്പാരറ്റീവ് ഗ്ലോസറി ഉണ്ടാവണം. ഒരു കമ്പാരറ്റീവ് ഗ്ലോസറി ഉണ്ടായെങ്കിൽ നമുക്ക് കൂടെ എളുപ്പമാണ്. അതിൽ നിന്ന് വേണമെങ്കിൽ ഒരു ഗ്ലോസറി കാലക്രമത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഒന്നിച്ചല്ല, ഈ മറ്റേ എന്താണ് നമ്മുടെ മലയാളം ലെക്സിക്കൻ അച്ചടിച്ച് വെച്ചിരിക്കുന്ന പോലല്ല. വലിയ 12 ഓരോ സെക്ഷൻ ആയിട്ട് റൗട്ട്ലെഷൊക്കെ ചില പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരു ചെറിയ ഏരിയകൾ തിരിച്ച് പുസ്തകങ്ങൾ സീരിയസ് ആയിട്ട് വരും എന്ന് പറഞ്ഞതുപോലെ വിഷയങ്ങൾ മുഴുവൻ കണ്ടെത്തിയിട്ട് അതിനകത്ത് നിന്ന് ഗ്ലോസറികൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഗതി നമുക്ക് ആലോചിക്കാവുന്നതാണ്. അപ്പോൾ ഇനിയും എനിക്ക് പറയാനുള്ള 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അപ്പം ഈ നിലയിലാണെങ്കിൽ ഏതൊക്കെ ഭാഷകളാണ് ഇത്തരം ഒരു കാര്യത്തിൽ നമ്മളെ വഴികാട്ടേണ്ടത് എന്ന്. ഇവിടെ സങ്കല്പനങ്ങളാണെങ്കിൽ യൂറോപ്യൻ സങ്കല്പനങ്ങളാണിപ്പം കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് വേറെ മാർഗമില്ല. അതിന് തുല്യമായ സങ്കല്പന മണ്ഡലവും പദങ്ങളും അല്ലെങ്കിൽ സങ്കേതങ്ങളും ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ഒരു ആവശ്യം. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ഭാഷകളെ അതിനെ സ്വീകരിക്കാം, ഇതുവരെ ഏതൊക്കെ ഭാഷകൾ ഉണ്ടായിരുന്നുവോ ഈ ഭാഷകളൊക്കെ, അതിൽ എനിക്ക് തോന്നുന്നത് ഒന്ന് സംസ്കൃതമാണ്. മലയാളത്തിൻ്റെ അടിത്തട്ടിൽ പ്രവർത്തിച്ച ഒരു ഭാഷ എന്നുള്ള നിലയിൽ തമിഴിനെയും സംസ്കൃതത്തെയും ഉപയോഗിക്കാം, 3 ഇംഗ്ലീഷിനെ ഉപയോഗിക്കാം. ഇംഗ്ലീഷിലെ പല വാക്കുകൾ നമുക്ക് വേണ്ടാന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. സോണിയ ഷായുടെ ഒരു പുസ്തകം മേടിച്ചു, പാൻഡമിക് അല്ല സോറി ഞാൻ അതല്ല, മറ്റേ ഇങ്ങനെ സിസക്കിൻ്റെ ഒരു പുസ്തകം വന്നിട്ടുണ്ട്, വയലൻസ്. മലയാളത്തിൽ വയലൻസിന് എന്താ പറയുക? അതാ പ്രശ്നം. ഹിംസയാണോ കലഹമാണോ ഏതാണ് പ്രശ്നം? മലയാളത്തിൽ ഏത് വാക്കുകൊണ്ട് നമ്മളതിനെ വിവരിക്കും? അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങൾ. അപ്പം നമുക്ക് വഴങ്ങാത്തതുണ്ടെങ്കിൽ വഴങ്ങാത്തവയെ വഴക്കിയെടുക്കാൻ എന്ത് മാർഗമെന്ന് ആലോചിക്കുക ഒക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇന്നലെ ആരോ ഇവിടെ ഒരു റിസർച്ച് സ്റ്റുഡൻറ്റ് പറഞ്ഞപ്പോൾ സിനിമയിലും പത്രത്തിലും അല്ലെങ്കിൽ മാധ്യമങ്ങളിലും ഒക്കെ ഈ രൂപങ്ങൾ വരാൻ ആവർത്തിച്ച് പ്രയോഗിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കിയെടുത്താൽ കുറച്ച് വ്യത്യാസം വരും എന്ന് പറഞ്ഞു. അത് പദങ്ങളുടെ കാര്യത്തിലാണത് പറഞ്ഞതെങ്കിലും സങ്കേതങ്ങളുടെ കാര്യത്തിൽ ഈ ഒരു ഏകതാനത ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ പ്രസ്ഥാനങ്ങൾക്ക്, സാഹിത്യ അക്കാദമി ആയാലും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും ലെക്സിക്കൻ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഏത് ഡിപ്പാർട്ട്മെൻറ്റുകളായാലും യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളായാലും എല്ലാവരും ചേർന്ന് ശ്രമിച്ചാൽ നമുക്ക് ഇതെല്ലാം കഴിയും. എനിക്ക് തോന്നുന്നില്ല വളരെ പെട്ടെന്നൊന്നും പറഞ്ഞ് പോരാൻ പറ്റുന്നൊരു പ്രശ്നങ്ങളൊന്നും അല്ല ഇത്. വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു കൊച്ചു ട്രാൻസ്ലേഷനിൽ പോലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾ നോക്കിയാൽ അത് മനസ്സിലായി. ഞാൻ ട്രാൻസ്ലേഷനിൽ തന്നെ പറഞ്ഞു നിർത്താം. ഈ നമ്മുടെ ചെമ്മീൻ്റെ അകത്ത് കറുത്തമ്മയും മറ്റേ പരിക്കുട്ടിയും തമ്മിലുള്ള ഒരു സംഭാഷണത്തിനകത്ത് എൻ്റെ കൊച്ചു മുതലാളി എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. എൻ്റെ കൊച്ചു മുതലാളി എന്ന് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഓ മൈ ലിറ്റിൽ ബോസ് എന്നാണ്. ഈ കൊച്ചു മുതലാളി എന്ന് പറയുന്ന ആ കോണ്ടെക്സ്റ്റിനെ നമുക്കൊന്ന് വിവർത്തനം ചെയ്യാൻ, ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യാൻ അവിടെയുമില്ല. നമ്മുടെ സാംസ്കാരികമായ സാഹചര്യത്തിനകത്ത് രൂപപ്പെട്ടു വരുന്ന പ്രയോഗങ്ങളും അനുഭവ മണ്ഡലങ്ങളും നമുക്ക് അപ്പുറത്തേക്ക് വിനിമയം ചെയ്യാൻ അവിടെയും ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ തിരിച്ചും ഉണ്ടാവും. ഇംഗ്ലീഷിലുള്ളത് ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോഴും ഇതേ പ്രശ്നം ഉണ്ട്
അപ്പോൾ ഈ പ്രശ്നങ്ങളെയൊക്കെ എനിക്കിങ്ങനെ ഈ എന്താണ് ഒരു സൊല്യൂഷൻസ് ആയിട്ട് പറയാനുള്ളത് ഇത് മാത്രമാണ്. ഇതിനു വേണ്ടി ഓരോ വിഷയത്തിലും പ്രത്യേകമായി ഓരോ വിഷയത്തെയും കേന്ദ്രീകരിച്ച് പ്രത്യേകമായ ഗ്ലോസറികൾ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ എൻസൈക്ലോപീഡിയകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു പോംവഴി. അത് മലയാളത്തിൽ മാത്രം പോരാ, ഇന്ത്യൻ ഭാഷകളെ പൊതുവായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഗ്ലോസറികൾ രൂപപ്പെട്ടു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അതായിരിക്കും നമുക്ക് ഈ മേഖലയിൽ മുന്നോട്ട് വയ്ക്കാവുന്ന വലിയ കാര്യം എന്ന് മാത്രം തൽക്കാലം പറഞ്ഞുകൊണ്ട് ഇനിയിപ്പം ചോദ്യോത്തരവേള ഉണ്ടാവുമല്ലോ. ഓക്കെ, താങ്ക് യു.